ഇത് ഇന്നലെ ലൈവിൽ നടന്നൊരു സംഭവമാണ്. ഗബ്രിയും ജാസ്മിനും ഇരുന്ന് സംസാരിക്കുകയാണ്. അവരവരുടെ പല പേഴ്സണൽ കാര്യങ്ങളുമാണ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഗബ്രി ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും റീ എൻട്രി ചെയ്ത് ജാസ്മിന് വേണ്ടി മാത്രമാണ്. അതുപോലെ ജാസ്മിനും ഓരോ റീ എൻട്രികൾ നടക്കുമ്പോഴും കാത്തിരുന്നതും ഈ ഒരു ഗബ്രിക്ക് വേണ്ടി മാത്രമാണ്. അവരൊന്നിച്ചൊരു കോംബോ ആയിട്ട് 50 ദിവസങ്ങൾ ആ ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞവരാണ്. അവർക്ക് അതിൻ്റേതായ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അവർക്ക് പറയാനും കാണിക്കാനും ഒക്കെ പലതും ഉണ്ടാവും. ഇവരുടെ ഈ സീൻ കാണിക്കുന്ന അതേ സമയത്ത് തന്നെ അപ്പുറത്ത് മറ്റൊരു ക്യാമറയിലൂടെ ശരണ്യയും യമുനയും ഇരുന്ന് ഇവരെക്കുറിച്ച് സംസാരിക്കുകയാണ്. സത്യം പറയാൻ നമ്മൾ ഞെട്ടിപ്പോവും. ഇവർക്ക് എന്തൊരു സ്നേഹമാണ് ജാസ്മിനോട്. ജാസ്മിൻ തന്നെ കപ്പെടുക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന 2 കണ്ടസ്റ്റൻറ്റുകൾ ബി ഹൗസിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ശരണ്യയും യമുനയുമാണ്. യമുന പറയുകയാണ്, ഞാൻ ജാസ്മിനെ ആവെന്ന് ഉപദേശിച്ചിട്ടുണ്ട്, ഇങ്ങനൊന്നും പോയാൽ ശരിയാവില്ല, നീ കുറച്ചുകൂടെ നന്നാവണം, ഈ ഒരു ഏർപ്പാട് നല്ലതല്ല എന്നൊക്കെ ഞാൻ അവളോട് പലവട്ടം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവളെ നന്നാവില്ലെങ്കിൽ പിന്നെ ഞാൻ എന്നെ എടുക്കാനാ. ശരണ്യയാണെങ്കിൽ കുറച്ചുകൂടെ അങ്ങ് ടോക്സിക് ആകുകയാണ്. മുല്ല എന്നുള്ള പേരും കൂടെ ഒക്കെ പറഞ്ഞിട്ടങ്ങ് ജാസ്മിനെ വല്ലാതെ അങ്ങ് നന്നാക്കാനുള്ളൊരു ശ്രമമൊക്കെയാണ് നടത്തുന്നത്. ജാസ്മിൻ്റെ ഭാവിയെക്കുറിച്ച് മറ്റാരേക്കാളും ഇപ്പോൾ ഏറ്റവും അധികം ഇൻറ്റൻഷനുള്ള ഇവർക്ക് രണ്ടുപേർക്കുമാണ്. ജാസ്മിനും ഗബ്രിയും ഒന്നിച്ചിരിക്കുന്നതായിട്ട് ഇവർക്കും കൂടെ സഹിക്കുന്നില്ല. എങ്ങനെയാലും ഇവരെ ഒന്ന് വേർപെടുത്തിയാൽ മാത്രമേ അവർക്കൊരു സമാധാനമാകത്തുള്ളൂ. എന്തിനാണ് ഇങ്ങനെയുള്ള സദാചാരമൊക്കെ കുരുപൊട്ടി ഒലിക്കുന്നത്? അവർ 2 വ്യക്തികളാണ്, 2 കണ്ടസ്റ്റൻറ്റുകളാണ്. അവരൊന്നിച്ചിരുന്ന് ഗെയിം കളിച്ചു. അവരടുത്ത് നിന്ന് സംസാരിക്കുന്നതും കയ്യിലോ കാലിലോ ഒക്കെ പിടിക്കുന്നതൊക്കെ അവരുടെ പേഴ്സണൽ സ്വാതന്ത്ര്യമാണെന്ന്. ജാസ്മിനെ സംബന്ധിച്ച് ഈ ഒരു ചെറിയ പ്രായത്തിൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടാക്കി തൻ്റെ ബിഗ് ബോസ് ഹൗസിൽ വന്ന് വരാൻ മത്സരിക്കുന്നു. അതിനുള്ള കഴിവും പക്വതയും പ്രാപ്തിയൊക്കെ ജാസ്മിനുണ്ട്. അവർ സൗഹൃദത്തിലാവുകയോ അതല്ല അവർ പ്രണയത്തിലാവുകയോ ചെയ്തെങ്കിൽ ഇവർക്കൊക്കെ എന്താണ് കുഴപ്പം? അത് അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. ഞാൻ ഈ ജാസ്മിനെയും ഗബ്രിയെയും കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോകളെല്ലാം ഞാൻ പറയുന്നൊരു പോയിന്റ് ഇത് മാത്രമേ ഉള്ളൂ. ഇത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് അവരുടെ ഇഷ്ടമാണ്. നമ്മളായിട്ട് അവരെ നന്നാക്കാനായിട്ട് അങ്ങോട്ട് പോകണ്ട. അവർ പുറത്തിറങ്ങിയാൽ ഈ സൊസൈറ്റിയെ ഫേസ് ചെയ്യണമെന്ന് നമ്മൾ എന്താണ് ആവലാതിപ്പെടുന്നത്? അവർക്കില്ലാത്തത്ര ആവലാതി നമുക്ക് വേണോ? അവർക്കത് ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നേ. അതുകൊണ്ടാണ് അവർ ഈ ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ അഭിനയിക്കുന്നത്. പിന്നെ ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് ഏത് സ്റ്റാറ്റസിൽ പെട്ടവർക്കും ഏത് സമയത്തും ഏത് നിമിഷത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ്റെ ഒരു വികാരം മാത്രമാണ്. അവിടെയുള്ള മറ്റാർക്കും ഇല്ലാത്തത്ര ഇൻറ്റൻഷനാണ് ഈ യമുനയ്ക്കും ഈ ശരണ്യയ്ക്കും. സത്യത്തിൽ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇവർക്കിതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല. അവർക്ക് ഇങ്ങനെയൊന്നും ആകാൻ പറ്റുന്നല്ലോ. അവർക്ക് നല്ലൊരു കോംബോ കളിക്കാൻ പോലും പറ്റിയിട്ടില്ല. അതിൻ്റെ അമർഷമാണ് ഈ 2 പേരും ഈ ജാസ്മിനും ഗബ്രിയുടെ പിന്നാലെ ഫോളോ ചെയ്ത് കാണിക്കുന്നത് മുഴുവൻ. ഇന്നലെ രാവിലത്തെ ഒരു ലൈവിൽ ഗബ്രിയും ജാസ്മിനും കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് സംസാരിക്കുന്നു. ആ സമയത്ത് യമുന അങ്ങോട്ട് ചെന്നിട്ട് 2 പേരെ ഉപദേശിക്കുകയാണ്. അവരെ ഇങ്ങനെ ഒരു അടിയൊക്കെ കൊടുത്തിട്ട് പറയുകയാണ്, ക്യാമറയൊക്കെ ഉണ്ട്, നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അവരും ഈ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻറ്റുകൾ തന്നെയാണ്. അവർക്കും ഇവിടെ ക്യാമറയുണ്ട്, പ്രേക്ഷകർ കാണുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്കറിയാം. പ്രത്യേകിച്ച് ഗബ്രി പുറത്ത് പോയിട്ട് അതിനെക്കുറിച്ചുള്ള മുഴുവൻ അഭിപ്രായങ്ങളും കേട്ടിട്ടാണ് വീണ്ടും റീ എൻട്രി ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവും അതിനുള്ള തൻ്റെ ഇടമൊക്കെ ഗബ്രിക്കുണ്ട്. ഇത്തരം സദാചാര അമ്മായിമാരാണ് ഇതിനെയൊക്കെ വലിയ വിഷയങ്ങളാക്കി പർവ്വതീകരിച്ച് പുറത്ത് കാണിക്കുന്നത്. ഇനിയും ഫിനാലേക്ക് 2 ദിവസമല്ലേ ഉള്ളൂ. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ആകെയുള്ള ഒരു ലേഡി കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ജാസ്മിൻ തന്നെയാണ്. എന്നാൽ നൈസായിട്ടൊരു പണി കൊടുത്തേക്കാമെന്നായിരിക്കും ഇവർ 2 പേരും വിചാരിക്കുന്നത്. അതല്ലാതെ ഇതിനകത്ത് വേറൊരു ഇൻറ്റൻഷൻ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല.